അതവൻ നോക്കിക്കോളും. പെടാൻ പോകുന്നത് സുശീലാന്റി തന്നെയായിരിക്കും മാഷെ. സൂക്ഷിക്കണം, അവനൊന്നും സംഭവിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, മാഷ് എത്രയും പെട്ടെന്ന് അവനെ വന്നൊന്ന് കാണണം. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കവനെ നാട് കടത്തണ്ടേ മാഷെ. മാഷിന്റെ മോളെ നമുക്ക് രക്ഷിക്കണ്ടേ? വേണം, രക്ഷിക്കണം. എൻ്റെ മോളെ എനിക്ക് രക്ഷിക്കണം. ആ, എവിടെ നോക്കിയാണ് നടക്കുന്നേ? ചാകാൻ വേണ്ടി ഈ വണ്ടിയുടെ മുന്നിൽ തന്നെ വരണം. ഇതാണ് കട. കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. ആ തെറി നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇന്ന് തന്നെ ടോക്കൺ അഡ്വാൻസ് കൊടുത്തു വരാം. പുറത്തുനിന്ന് കാണുമ്പോ അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്. ആ, നല്ല ഏരിയ, ആൾക്കാർക്ക് വന്നു പോവാനൊക്കെ എളുപ്പമാ. റോഡ് സൈഡ്. ശരിയാ, ഒരു കച്ചവട സ്ഥാപനം ആവുമ്പോ അതൊക്കെ നോക്കണമല്ലോ. ആ, വാ നമുക്ക് അകത്തേക്ക് കയറാം. വാജിരു. ആ വിനയ, ആ അമലെ, എല്ലാരും ഉണ്ടല്ലോ. ആ എല്ലാരും ഉണ്ട്. എല്ലാരും ഒന്ന് കണ്ടേക്കട്ടെ എന്ന് വിചാരിച്ചു. ആ അത് വേണമല്ലോ, എല്ലാരും ഒന്ന് കണ്ടു നോക്ക്. ആ അതെ അതെ. ചെല്ലേ, പോയി കാണിച്ചോ. വാ 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 മാമാ. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി. ഇഷ്ടായ? നന്നായി നോക്കി നടത്തിയാ മതി വിനയ, എന്തായാലും മോശം വരില്ല. ആ, അപ്പൊ പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാം അല്ലേ? എന്താ മോളെ? ആ, ഉറപ്പിക്കാം. എന്നാ പിന്നെ നമുക്ക് ഒരു ടോക്കൺ കൊടുത്തിട്ടേ ആ. ഇപ്പൊ തന്നെ കാര്യം ഉറപ്പിച്ചേക്കാം അല്ലേ? ആ. വാ അങ്ങോട്ട് വാ. അമലെ, ആ. വാ. ദേ, കട ഞങ്ങൾക്ക് ഇഷ്ടമായി. ഓ, ആയിക്കോട്ടെ. കട ഞാൻ എടുത്തോ. ഓക്കെ. ഇപ്പൊ ഒരു ടോക്കൺ അഡ്വാൻസ് തന്നിട്ട് ബാക്കി പണം റെഡിയായ ശേഷം നമുക്ക് എഗ്രിമെന്റ് ചെയ്യാം. ആയിക്കോട്ടെ. ആ ദാ. ആ പിന്നെ വേറെ ആരെങ്കിലും കട വെച്ച് വന്നു കഴിഞ്ഞാൽ കൊടുത്തു നിങ്ങൾ പറഞ്ഞേക്ക്. ശരി. പറഞ്ഞ ഒഴിവാക്കിയേക്ക് കേട്ടാ. ഇത് നമ്മൾ എടുത്തു ഉറപ്പിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ വരുന്നവർക്ക് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? വാ മക്കളെ. അനുചേച്ചി എവിടെ? ദാസാറിന്റെ വീട് വരെ പോവാനേ റെഡിയാവുക. ആണോ? ആ, അപ്പോ ഞങ്ങള് വരാൻ കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ അനുവിനെ കാണാൻ പറ്റില്ലായിരുന്നല്ലേ? ആ വാ മക്കളെ, അകത്തേക്ക് വാ. വാ വാ. ആ, ദയേ, അനുചേച്ചി പോകാൻ ഇറങ്ങാന്നും പാനുമ്മ പറഞ്ഞു. പോണം, എന്നാലും കുറച്ചു കഴിഞ്ഞേ പോകുന്നുള്ളൂ. നിങ്ങള് എവിടെയോ പോയിട്ട് വരാൻ തോന്നുന്നു. അതെ, ഞങ്ങള് മോന് പോളിയോ കൊടുക്കാൻ വേണ്ടി പോയതാ. അത് കഴിഞ്ഞിറങ്ങിയപ്പോ അനുചേച്ചിയും കൂടി കണ്ടിട്ട് പോവാന്ന് കരുതി. എന്തൊക്കെയുണ്ട് അനിത വിശേഷം? സുഖം തന്നെയല്ലേ? സുഖായിരിക്കുന്നു. ഇരിക്കെ. ഞങ്ങളിപ്പോ വന്നത് കാരണം അനുവിന്റെ യാത്ര ലേറ്റ് ആവും. അത് സാരമില്ല, ദാസങ്ങൾ ഇന്ന് അവിടെ തന്നെ ഉണ്ടാവും. കുറച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് വരാൻ തോന്നിയത് നന്നായി. എല്ലാരെയും കാണാൻ പറ്റിയല്ലോ. ഇവനെ ഞാനൊന്ന് കണ്ടിട്ട് ഒത്തിരി നാളായി. ആ നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ചേച്ചി, ഞാനും ഒപ്പം വരാം. അനുദേച്ചി ഭാനുമ്മയോട് സംസാരിച്ചിരിക്കെ, ഞാനിപ്പോ വരാം. മോനെ കിടത്തണോ മോളെ? ആ, കിടത്തണായിരുന്നു. എന്നാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ.
ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ചേച്ചി ഇങ്ങോട്ട് വന്നത്. എന്താ മോളെ? ആ, അത് പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഇന്ദ്രേട്ടന്റെ കാര്യം. ഹർഷയ്ക്ക് കുഞ്ഞുണ്ടായ കാര്യം ചേച്ചി അറിഞ്ഞു കാണുമല്ലോ. അവിടെ ആശുപത്രിയില് ഹർഷയും കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് ഇന്ദ്രേട്ടനാന്നാ തോന്നുന്നേ. കഴിഞ്ഞ ദിവസം ധനേട്ടൻ ഹോസ്പിറ്റലിൽ വെച്ച് ഇന്ദ്രേട്ടനെ കണ്ട കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു. അത് പക്ഷേ ഞാനത്ര കാര്യമാക്കിയില്ല. ഇന്ന് പക്ഷെ ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഹർഷയുടെ കുഞ്ഞിനെ എടുത്ത് ലാളിച്ച് നിൽക്കുന്ന ഇന്ദ്രേട്ടനെ കണ്ടു. അവർക്ക് അമ്മയ്ക്കും മോനും ഹർഷ ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് ശരിയായിരിക്കും. എത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഇത്ര ധൈര്യത്തോടെ ഹോസ്പിറ്റലിൽ പോയി അവൾക്ക് കാവല് നിൽക്കണമെങ്കിൽ അത് ചെറിയ ബന്ധമൊന്നുമല്ല. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ലതേ. ആരെ നന്നാക്കാനോ നല്ല വഴി പറഞ്ഞു കൊടുക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഇനി അത് വേണ്ട ചേച്ചി. നമുക്ക് ഹർഷയുടെ കുഞ്ഞുമായി ബന്ധപ്പെട്ട് പണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ സത്യമായിരിക്കുമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ആർക്കറിയാം? ചേച്ചിക്ക് ഇനി അയാളുമായിട്ട് ഒരു ബന്ധവും വേണ്ട. ചേച്ചിക്ക് വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം. എത്രയൊക്കെ അകറ്റി നിർത്തിയാലും വേണ്ടെന്ന് വെച്ചാലും വിച്ചുമോന്റെ അച്ഛനല്ലേ. ആ സ്നേഹം എന്തായാലും ചേച്ചിയുടെ മനസ്സിലുണ്ടാവും. സ്നേഹം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സമയം വരെ ഞാൻ പ്രാണനെ പോലെ സ്നേഹിച്ച ആളല്ലേ.